വ്യാപാര സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ബാബു പ്രസാദ്, 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വ്യാപക സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഈ സമരപന്തലിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനും കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവുമായ കെ റെയിൽ പദ്ധതിയെ സംബന്ധിച്ച് വിശദമായി പഠിച്ച് അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നിരന്തരമായി മാധ്യമങ്ങളിലൂടെ സംവദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കന്മാർ, ഈ രാപ്പകൽ സമരത്തിൽ എന്നോടൊപ്പം വരുന്ന 48 മണിക്കൂർ സമയം ഇവിടെ ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, റെയിൽ വിരുദ്ധ സമിതി അംഗങ്ങൾ, കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്ന ഈ മേഖലയിലെ കുടുംബാംഗങ്ങൾ, ഈ സമരത്തിന് വിവിധങ്ങളായ സമരസമിതികൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഏറെ ബഹുമാന്യരായ സമര സമിതി സഖാക്കൾ, നേതാക്കൾ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, ഈ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടി പ്രതികൂലമായ കാലാവസ്ഥയെയും തൃണവൽഗണിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ ഈ നൂറാട് ജംഗ്ഷൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കെ റെയിൽ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അണിചേരാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല ഈ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ജനപ്രതി എന്ന നിലയിൽ, മാവേലിക്കൽ ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്ന ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ സംസാരിക്കാൻ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വന്നെത്തിയിരിക്കുന്ന ഈ സമരസമിതിയുമായി ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നെത്തിയിരിക്കുന്ന നേതാക്കന്മാർക്കെല്ലാം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്. 48 മണിക്കൂർ നമ്മള് ഈ നാട് ഒരു വലിയൊരു പ്രക്ഷുബ്ധ പ്രക്ഷോഭമായി മാറുകയാണ്. റെയിൽ പദ്ധതിക്കെതിരെ കേരളത്തിലെമ്പാടും ഉയരാൻ പോകുന്ന പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റ് ഈ നൂറനാടിന്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ഓണാട്ടുകരയുടെ നാടാണ്. ഈ ഓണാട്ടുകരയുടെ നാടിനെ രണ്ടായി വെട്ടിപ്പിളർന്നുകൊണ്ട്, ഈ കേരളത്തെ, കൊച്ചു കേരളത്തെ രണ്ടായി വെട്ടിപ്പിളർന്നുകൊണ്ട് ഒരു റെയിൽ പദ്ധതി കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മളാരും വികസനത്തിനെതിരല്ല. നമുക്ക് ഒരു റെയിൽവേ സംവിധാനമുണ്ട്. നമ്മുടെ റെയിൽവേ യാത്രയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ റെയിൽവേ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യൻ റെയിൽവേയുമായി ആലോചിച്ച് നിലവിലുള്ള റെയിൽവേ സംവിധാനം മെച്ചപ്പെടുത്തി യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പകരം കടക്കണിയിലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിത്യദാന ചെലവിന് പോലും നിവൃത്തിയില്ലാത്ത സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഇരുട്ടിൽ തപ്പുന്ന ഒരു ഗവൺമെന്റ് 64,000 കോടി രൂപ വിദേശ രാജ്യങ്ങളിലെ വിവിധ സാമ്പത്തിക ഏജൻസികൾ കടമെടുത്ത് ഈ റെയിൽ പാത ഉണ്ടാക്കുന്നത് ഈ 4 മണിക്കൂർ വേഗതയിൽ 4 മണിക്കൂർ കൊണ്ട് കൊച്ചുവേലിയിൽ നിന്ന് കാസർഗോഡ് എത്താനുള്ള ഈ പാത ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 25,000 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പിറന്ന മണ്ണിൽ, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം, ജനിച്ച മണ്ണിൽ ജീവിച്ച് അവിടെ തന്നെ മരിച്ച് ആ മണ്ണിനോട് ചേരാനുള്ള അവകാശം അത് ഇല്ലാതാക്കാൻ ആർക്കാണ് അവകാശം? ഏത് ഭരണാധികാരിക്കാണ് അവകാശം? 25,000-ഓളം കുടുംബങ്ങളെ നിഷ്കരണം ഇറക്കിവിട്ട് ഒരു അതിവേഗ പാത കേരളത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? നമ്മളാരും വികസനത്തിനെതിരല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിലവിലുള്ള റെയിൽവേ സംവിധാനം
അത് ഇന്ത്യൻ റെയിൽവേയുമായി ആലോചിച്ച് സംസ്ഥാന ഗവൺമെന്റ് കൂടി സാമ്പത്തിക സഹായം കൊടുത്ത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തി നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ വേഗത കൂട്ടുക. അതല്ലെങ്കിൽ മൂന്നാമതൊരു ട്രാക്ക് കൂടി നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ കൂടെ പണിയുക. അങ്ങനെ വരുമ്പോൾ കുടിയിറക്ക് വേണ്ടി വരില്ല, കുടിയൊഴിപ്പിക്കൽ വേണ്ടി വരില്ല, ഈ കടക്കണിയിലേക്ക് സംസ്ഥാനം പോകേണ്ടി വരില്ല. പക്ഷെ ഇതൊന്നുമല്ല ഈ സർക്കാരിന്റെ ഉദ്ദേശം. നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? ലാവ്ലിൻ കേസിൽ പ്രതിയായി സുപ്രീം കോടതി നിൽക്കുന്ന ആളാണ്. എന്താണ് ലാവ്ലിൻ കേസ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ലാവ്ലിൻ കേസിൽ ഗുരുതരമായ അഴിമതി നടന്നു. ആ അഴിമതിയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ. ഈ കേരളയിൽ ഒരു സംഘടിത കൊള്ളയാണ്, ഇതൊരു തീവട്ടിക്കൊള്ളയാണ്. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് ഇതൊരു വെള്ളാനയാണ് എന്നാണ്. അപ്പോൾ ആർക്ക് വേണ്ടി 64,000 കോടി രൂപ വിദേശ ഏജൻസികളെടുത്ത് ഈ സംസ്ഥാനത്തെ കടക്കണിയിലാക്കിക്കൊണ്ട് ഈ ഹൈസ്പീഡ് റെയിൽവേ കൊണ്ടുവരുന്നത് സാധാരണക്കാരുടെ പ്രയോജനമാണോ? ശ്രീ ബാബുപ്രസാദ് ചൂണ്ടിക്കാണിച്ചു. പാവപ്പെട്ടവരുടെ പാർട്ടി, സാധാരണക്കാരുടെ പാർട്ടി, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി, നിങ്ങൾ കൊണ്ടുവരുന്ന ഈ പദ്ധതി ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് പ്രയോജനകരമാണോ? നിങ്ങൾ കൊണ്ടുവരുന്ന ഈ പദ്ധതി ഏതെങ്കിലും പാവപ്പെട്ടവന് ഗുണകരമാണോ? ഇവിടത്തെ സമ്പന്നർക്ക്, ഇവിടത്തെ വലിയ വലിയ NRIമാർക്ക്, ഇവിടത്തെ വലിയ വലിയ വ്യവസായികൾക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും യാത്ര ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്ന ഈ പദ്ധതി എന്ത് ലാഭമാണുള്ളത്? ഇതൊരു ലാഭകരമായ പദ്ധതിയാണോ? നിങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ. ജപ്പാൻ ഗവൺമെന്റ് സാമ്പത്തിക ഏജൻസിയായ ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി ജെയ്ക്ക അവരുടെ സഹായത്തോടു കൂടി ബുള്ളറ്റ് ട്രെയിൻ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ നഗശിക്കാതെ എതിർത്തവരല്ലേ CPM-കാർ? ബുള്ളറ്റ് ട്രെയിൻ ഈ രാജ്യത്തിന് ആവശ്യമുണ്ടോ? പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലായ്മയും കഴിയുന്ന ഈ രാജ്യത്ത് എന്തിനാണ് 1 ലക്ഷം കോടി രൂപയുടെ ബുള്ളറ്റ് ട്രെയിൻ എന്ന ചോദ്യം ഉയർത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ ഇതാ 64,000 കോടി രൂപയുടെ ഹൈസ്പീഡ് ട്രെയിൻ കൊണ്ടുവരും. അതിനർത്ഥം എന്താണ്? നരേന്ദ്രമോദി എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് പിണറായി വിജയൻ ചിന്തിക്കുന്നത്. ഈ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയെ കുറിച്ച് BJP-ക്കാർ മിണ്ടുന്നില്ല. ഈ ഹൈസ്പീഡ് റെയിൽവേയെ സംബന്ധിച്ച് BJP-ക്കാർ പ്രക്ഷോഭം നടത്തുന്നില്ല. ഈ കേരളയിൽ പദ്ധതിക്കെതിരായി കേരളത്തിലെ BJP ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതിനർത്ഥം എന്താണ്? ഇവിടെ ഈ കേരളയിൽ പദ്ധതിയുടെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യും ഒരുമിച്ചിരിക്കുന്നു. രഹസ്യധാരണ. അതുപോലെ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഈ പദ്ധതി ഒരുമിച്ചിരിക്കുകയാണ്. ബുള്ളറ്റ് ട്രെയിൻ മോഡി അവിടെ നടപ്പാക്കുമ്പോൾ ഇവിടെ ഹൈസ്പീഡ് റെയിൽ പദ്ധതി കൊണ്ടുവന്ന് അതിന് സമാനമായ ഒരു പദ്ധതി നടപ്പാക്കി മോദിക്ക് സ്തുതി പാടുന്ന, മോദിക്ക് പിന്തുണ കൊടുക്കുന്ന പിണറായി വിജയൻ. ഞാൻ ചോദിക്കട്ടെ, എന്തിന് ആറന്മുള എയർപോർട്ടിനെ എതിർത്തു? ആറന്മുള എയർപോർട്ടിനെ BJP-യും CPM ഒരുമിച്ച് എതിർത്ത് പരാജയപ്പെടുത്തി. അന്ന് അവർ പറഞ്ഞ എന്താണ്? തണ്ണീർത്തടങ്ങളെല്ലാം നശിക്കും, പരിസ്ഥിതി പ്രത്യാഘാതമുണ്ടാകും, കുന്നുകളും മലകളും ഇടിച്ചു നിരപ്പാക്കേണ്ടി വരും, അരുവികൾ, നീരുറവകളെല്ലാം വറ്റിപ്പോകും, ആറന്മുള ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾക്ക് കോട്ടം സംഭവിക്കും. അതുകൊണ്ട് ഈ ആറന്മുള എയർപോർട്ടിന് പാടില്ല. ആറന്മുള എയർപോർട്ട് അച്യുതാനന്ദനാണ് ആറന്മുള എയർപോർട്ടിന് അനുമതി കൊടുത്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അനുമതി കൊടുത്ത പദ്ധതി, ആറന്മുള വിമാനത്താവള പദ്ധതിയെ അട്ടിമറിച്ചത് ആ CPM-ഉം BJP-യും ഒരുമിച്ച് ചേർന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ആറന്മുള എയർപോർട്ടിന് എതിരായി നിങ്ങൾ പറഞ്ഞ അതേ വാദമുഖങ്ങളല്ലേ ഈ കേരളയിൽ പദ്ധതി? ഇവിടെ എത്രമാത്രം തണ്ണീർത്തടങ്ങളാണ്, എന്തുമാത്രം തണ്ണീർത്തടങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്? എത്രമാത്രം കുന്നുകളും മലകളുമാണ് ഇന്ന് ഇടിച്ചു നിരപ്പാക്കാൻ പോകുന്നത്? എത്രമാത്രം വയലുകളാണ് നികത്താൻ പോകുന്നത്? അപ്പോൾ ആറന്മുള എയർപോർട്ടിന് എതിരായി നിന്നവർ, അതിനെ ഇല്ലാതാക്കിയവർ കേരളയിൽ കൊണ്ടുവരുമ്പോൾ ആറന്മുള എയർപോർട്ടിനെതിരെ പറഞ്ഞ എല്ലാ വാദങ്ങളും ഇവിടെയും പ്രസക്തമാണ്. ആറന്മുള ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി അവിടുത്തെ കൊടിമരം അതിന് ഭീഷണി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്താ നമ്മുടെ പടനില അമ്പലം, നമുക്കറിയാം പ്രസിദ്ധമായ നൂറാട് പടനില അമ്പലത്തിന്റെ ആചാരങ്ങൾക്ക് അതുപോലെ അവിടുത്തെ വിശ്വാസങ്ങൾക്ക് എതിരായി 7 കരക്കാർക്ക് അവിടെ നന്ദികേശന്മാരെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. അതോടുകൂടി പടനില അമ്പലത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു. അതുപോലെ നമ്മുടെ പള്ളിക്കൽ ക്ഷേത്രം, അടൂർ താലൂക്കിലെ പള്ളിക്കൽ ക്ഷേത്രം, അതുപോലെ മോക്കുഴിയിലെ കുഴലൂർ ക്ഷേത്രം, എത്ര പള്ളികൾ, കാണിക്ക മണ്ഡപങ്ങൾ, കുഴിശടികൾ
എല്ലാം തകർത്ത് തരിപ്പണമാക്കി കൊണ്ടുപോവുകയാണ്. ആറന്മുള എയർപോർട്ടിനെ വാദമുഖം നിരത്തിയ ആറന്മുള എയർപോർട്ട് വേണ്ട അപേക്ഷിക്കണമെന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി BJPയും ഈ കേരള പദ്ധതി മൂലം തണ്ണീർത്തടങ്ങളും കുന്നുകളും മലകളും ഇടിച്ചു നിരപ്പാക്കുമ്പോൾ, തണ്ണീർത്തടങ്ങൾ നിരത്തുമ്പോൾ, ലക്ഷക്കണക്കിന് മണ്ണ് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആറന്മുള എയർപോർട്ട് എതിർത്ത് എന്ന് മറുപടി പറയണം. നമുക്ക് ഞാൻ വിശദാംശം കിടക്കുന്നില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭൗതിക സെക്രട്ടറിയാണ്. അത് ശാസ്ത്രത്തെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും മാർക്സിയൻ ആശയങ്ങൾ എന്നുകൊണ്ട് സംസാരിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ പദ്ധതിയെ നഖശിഖാന്തം എതിർത്തിരിക്കുന്നു. എല്ലാവരും നഖശിഖാന്തം എതിർത്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-മാർ, അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കൊക്കെ തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ലെന്നാണ് അവരുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ അവർ പറയുന്നത്. പക്ഷേ പിണറായി വിജയനെ പേടിച്ച് അവർക്കൊന്നും പുറത്തു പറയാൻ കഴിയില്ല എന്നതാണ്. ആകെ പിണറായി വിജയനെ ന്യായീകരിക്കുന്നത് വിജയരാഘവനാണ്. വിജയരാഘവന് പാർട്ടി സെക്രട്ടറി സ്ഥാനവും LDF കൺവീനർ സ്ഥാനവും ഭാര്യയ്ക്ക് മന്ത്രിസ്ഥാനവും കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് വിജയരാഘവന് പിണറായി വിജയനെ ന്യായീകരിച്ച് മതിയാവും. പിണറായി വിജയനെ സ്തുതിപാടിയെ മതിയാവും. അതുകൊണ്ട് ഈ പദ്ധതിയെ, കേരള പദ്ധതിയെ ഇന്നും പത്രത്തിലൂടെ ആരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിക്കുന്ന ആക്ടിംഗ് സെക്രട്ടറിയും LDF-ന്റെ കൺവീനറുമായ വിജയരാഘവൻ ഇന്ന് അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതിപക്ഷം സമരത്തിന് മാറണമെന്നുള്ള നിയമസഭയിൽ പ്രതിപക്ഷ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഡോക്ടർ MK മുനീർ UDF നിയോഗിച്ച ഉപസമിതിയുടെ കൺവീനർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ വിശദമായി പ്രതിപക്ഷം പറഞ്ഞു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശക്തമായി സഭയിൽ ആഞ്ഞടിച്ചു. അപ്പോഴും പിണറായി വിജയൻ പറഞ്ഞെന്താണ്? പ്രതിപക്ഷം വികസന വിരുദ്ധനാണ്. നമുക്കറിയാം, കൊച്ചിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നപ്പോൾ അതിൽ എതിർത്തവരാരാണ്? ശർമ്മയുടെ മാർക്സിസ്റ്റ് പാർട്ടി. കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തവർ. എല്ലാ വികസനങ്ങളെയും ശക്തമായി എതിർത്തവരാണ് ഇപ്പോൾ നമ്മളെ വികസന വിരുദ്ധരായി പറയുന്നത്. നമ്മൾ വികസനത്തിനെതിരല്ല. വികസനത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ് UDF-ഉം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണകരമായ ഏത് വികസന പ്രവർത്തനം വന്നാലും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യും. ഇത് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. ഇവിടെ ബാബുപ്രസാദ് വിശദാംശങ്ങൾ പറഞ്ഞു, ഞാൻ കിടക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യം ചെങ്ങന്നൂരിൽ അല്ലെങ്കിൽ കൊല്ലത്ത് ഇതൊക്കെ പറയുന്നെങ്കിലും അതിന്റെ അടുത്തൊന്നുമില്ല, വളരെ ദൂരെയാണ് ഈ സ്റ്റേഷൻ വരുന്നത്. ഇപ്പോ ചെങ്ങന്നൂരിൽ ഒരാൾ ട്രെയിൻ ഇറങ്ങുന്ന ഈ ഹൈസ്പീഡിൽ ഇറങ്ങുന്ന ആളിന് ആലപ്പുഴ പോകണമെങ്കിൽ 2000 രൂപ അല്ലെങ്കിൽ 1500 രൂപ 2000 രൂപ ടാക്സി ചാർജ് കൊടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ട്രെയിനിൽ യാത്രയിലേക്കാൾ ഇരട്ടി ടാക്സി കൂലി കൊടുത്ത് മാത്രമേ വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു വെള്ളാനയെ സൃഷ്ടിച്ച് ഈ പാവപ്പെട്ട 10,000-25,000 കുടുംബാംഗങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു. എങ്ങനെയാണ് സർവേ നടത്തിയത്? ഞാൻ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതി ഒരു ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യണ്ടേ? ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്യണ്ടേ? ഞങ്ങളുടെ അഭിപ്രായം കേൾക്കണ്ടേ? ഞങ്ങൾ കൂടി വിശ്വാസത്തിലെടുക്കണ്ടേ? ഞങ്ങളുമായി ചർച്ച ചെയ്ത് ഇതിന്റെ അലൈൻമെന്റ് തീരുമാനിക്കണ്ടേ? ഈ റെയിൽ പദ്ധതിയുടെ അലൈൻമെന്റ്, ഇതിന്റെ റൂട്ട് തീരുമാനിച്ചപ്പോൾ പോലും ജനപ്രതിനിധികളായി ഞങ്ങൾ അജ്ഞാതരായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ അല്ലെങ്കിൽ അതിന്റെ ഭരണാധികാരികളെ ആരെയും ഉൾപ്പെടുത്തിയില്ല. എല്ലാ സർവേയും റോഡ് സർവേ ആയിരുന്നു, ആകാശ സർവേയാണ് നടത്തിയത്. അതുകൊണ്ട് നമുക്ക് ആർക്കും അറിയില്ല ഈ പാത എങ്ങോട്ടാണ്, ഏത് വഴിയാണ്, എപ്പോഴാണ്. ഈ സിൽവർ ലൈനിന് വേണ്ടിയുള്ള പാതയ്ക്ക് വേണ്ടി വില്ലേജ് ഓഫീസുകളിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ്, വില്ലേജ് തിരിച്ച് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട നമ്മളെല്ലാവരും അറിയുന്നത്. ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുൾപ്പെടെയുള്ളവർ അറിയുന്നത് വില്ലേജ് അടിസ്ഥാനത്തിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു സ്ഥലം ഏറ്റെടുക്കാൻ. അപ്പോഴാണ് നിരപരാധികളായ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്, അതോടൊപ്പം ജനപ്രതികളെ ഞങ്ങൾ അറിയുന്നത് ഈ കേരളയിൽ വരുന്നത് ഇതുവഴിയാണ്, കോറാട് വഴിയാണ്, അല്ലെങ്കിൽ പള്ളിക്കൽ വഴിയാണ്, അല്ലെങ്കിൽ കുന്നത്തൂർ വഴിയാണ്, അതല്ലെങ്കിൽ മുളക്കുഴ വഴിയാണ്, വെൺമണി വഴിയാണ്. ഇതിന്റെ ഏത് ഭാഗത്തും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ആലോചിച്ച് നോക്കൂ, സ്റ്റാലിന്റെ കാലത്ത് എല്ലാ കാലത്ത് ഇങ്ങനെ ഭരണം നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. ഇവിടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ
ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാതെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ തിന്നു മുടിക്കാൻ വേണ്ടി പിണറായിയോടൊപ്പം കൂടിയിരിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ അവർ ഡൽഹിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ തമ്പടിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ധനകാര്യ മന്ത്രാലയത്തിന്റെ, റെയിൽവേ മന്ത്രാലയത്തിന്റെ, നീതി ആയോഗിന്റെ, പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതികൾ വാങ്ങിയെടുക്കാൻ ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മാസങ്ങളോളം പിണറായി വിജയനെ സ്തുതിപാടുന്ന പിടിയാളുകളായ ഉദ്യോഗസ്ഥന്മാർ തമ്പടിച്ചിരിക്കുന്നു. കോടികളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, തൂക്കടിച്ചുകൊണ്ടിരിക്കുക കോടികൾ. അപ്പോ ഇവിടുത്തെ പാവപ്പെട്ടവരെ കുടിയിറക്കി ഈ സ്വപ്ന പദ്ധതിയായ കേരളയിൽ കൊണ്ടുവരാൻ തൂത്തടിപ്പ് ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3200 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് 3200 കോടി രൂപ ലോൺ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു, ലോൺ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 3200 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമല്ല, മറിച്ച് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 3200 കോടി രൂപ ഉദ്യോഗസ്ഥന്മാർക്ക് സമ്മാനിക്കാൻ, ഉദ്യോഗസ്ഥന്മാർക്ക് ദൂർത്തടിക്കാൻ വേണ്ടി ഇതാ കിഫ്ബിയിൽ നിന്ന് വായ്പ കൊടുത്തിരിക്കുക. വലിയൊരു ദൂർത്താണ് നടക്കാൻ പോകുന്നത്. അഴിമതി വീരനായ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ 1ാം പ്രതിസ്ഥാനത്ത് ഇപ്പോഴും സുപ്രീം കോടതി മുന്നിൽ നിൽക്കുന്ന പിണറായി വിജയൻ ഇതാ മറ്റൊരു അഴിമതിക്ക് ഭാവം വയ്ക്കുകയാണ്, മറ്റൊരു കൊള്ളയ്ക്ക് വേണ്ടി ഭാവം വയ്ക്കുകയാണ്, മറ്റൊരു തീവട്ടിക്കൊള്ളയ്ക്ക് ഭാവം വയ്ക്കുകയാണ്. പാവപ്പെട്ട 22,000 കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് അവരിതുവരെ ഉണ്ടാക്കി അധ്വാനിച്ച അവരുടെ സ്വത്തും സമ്പാദ്യവുമെല്ലാം അതെല്ലാം അവരെ ഉപേക്ഷിച്ചവരെന്ന് പറഞ്ഞു വിടുന്ന, അവരെ ഒഴിപ്പിക്കുന്ന ഒരു വലിയ ദുരന്തം ഇതാ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ഇത് ഈ നാട്ടിൽ പാടില്ല. ഇങ്ങനെ ഒരു കേരളയിൽ നമുക്ക് ആവശ്യമില്ല. ഇത് ഈ നാടിനെ രണ്ടായി വെട്ടിപ്പിളർത്തുന്ന ഈ പദ്ധതി ഈ കേരളത്തിന് ആവശ്യമില്ല. ഈ പദ്ധതിയിൽ നിന്ന് പിണറായി സർക്കാർ പിന്മാറണം. ഇല്ലെങ്കിൽ പഞ്ചായത്ത് തോറും ജയിലുകൾ സ്ഥാപിക്കേണ്ട അവസ്ഥ ഈ ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇത് തീക്കളിയാണ്. ഇത് വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും പോലീസിനെ ഉപയോഗിച്ചും മറ്റ് തന്റെ ഭരണയന്ത്രത്തിന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കി 64,000 കോടി രൂപ കൊള്ളയടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. ഈ കേരളയിൽ പദ്ധതിയുമായി പിണറായി വിജയൻ മുന്നോട്ട് പോയാൽ പിണറായി സർക്കാരിന്റെ മരണമണിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയാൻ ഞങ്ങൾ സംയോജിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ കേരളയിൽ പദ്ധതിക്കെതിരായി ഈ നൂറിനാട്ടിൽ നടക്കുന്ന ഈ വൻപിച്ച രാപ്പകൽ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടെ വന്നെത്തിയിരിക്കുന്ന നിങ്ങളേവരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ്, ബഹുമാന്യനായ സമരമുഖങ്ങളിൽ എന്നും നമുക്ക് ആവേശമായ ഈ കേരളയിൽ പദ്ധതിക്ക് വേണ്ടി, ഈ കേരളയിൽ പദ്ധതിക്കെതിരായി നിരന്തരം മാധ്യമങ്ങളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ അർത്ഥപൂർണമായ ലേഖനങ്ങളിലൂടെ നമുക്ക് കൂടുതൽ അവബോധം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നതിൽ നമുക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മുൻ പാർലമെന്റ് അംഗമായിരുന്നു, അതോടൊപ്പം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു. നമുക്ക് സജീവമായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ഈ സമരപ്പന്തലിൽ എത്തിച്ചേർന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമരത്തിൽ ആവേശം വരാൻ, ഈ പ്രക്ഷേപത്തിന് നമുക്ക് ചടുലമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഹായകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരിക്കൽ കൂടി അദ്ദേഹത്തിനെയും അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കന്മാരെയും ഈ പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രതിനിധി എന്ന ജനപ്രതിനിധി എന്ന നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആദരണീയനായ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവരെ ആദരപൂർവ്വം ക്ഷണിക്കും. യോഗത്തിന്റെ അധ്യക്ഷൻ
പ്രിയങ്കരായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ബി ബാബു പ്രസാദ് എക്സ്-എം-എൽ-എ കേരളയിൽ പദ്ധതിക്കെതിരായി ഈ രാപ്പകൽ സമരം നടത്തുന്ന മാവേലിക്കരയുടെ ഏറ്റവും പ്രിയങ്കരനായ പാർലമെന്റ് അംഗവും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും ലോകസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പുമായ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള KPCCയുടെ ഭാരവാഹികളായ ശ്രീ A. ഷുക്കൂർ, ശ്രീ M. മുരളി, ശ്രീ ജോൺസൺ എബ്രഹാം, ശ്രീ KP ശ്രീകുമാർ, ശ്രീ N. രവി, കേരള കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ നേതാവും ചങ്ങനാശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന ശ്രീ വി ജയലാലി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജീവ്, പത്തനാപുരത്തെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായ CR നജീബ്, ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ കാലിക പ്രാധാന്യമറിയിക്കുന്ന കേരളയിൽ പദ്ധതിക്കെതിരായിട്ടുള്ള ജനവികാരം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് 48 മണിക്കൂർ നേരത്തെ ഈ രാപ്പകൽ സമരം ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ന് കേരളയിൽ പദ്ധതി സിൽവർ ലൈൻ എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയിലെ ഒരു പദ്ധതി മാത്രമാണ് കേരളയിൽ എന്ന് പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതിയിൽ 4, 5, 6, 7 പദ്ധതികളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. UDF കോൺഗ്രസ് വൻകിട റെയിൽവേ പദ്ധതികൾക്ക് എതിരല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെ സബർബൻ റെയിൽവേ പദ്ധതിക്ക് രൂപം കൊടുത്തു. ആദ്യഘട്ടമാണ് ചെങ്ങന്നൂർ വരെ. രണ്ടാം ഘട്ടമായി തിരുവനന്തപുരത്തു നിന്ന് ഹരിപ്പാട് വരെയും, അത് പിന്നീട് ആലപ്പുഴയ്ക്കും, ചെങ്ങന്നൂരിൽ നിന്ന് കോട്ടയം വഴിയും ബൃഹത്തായ ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തു. ആ പദ്ധതിയെ പറ്റി ഞാൻ പിന്നീട് പറയാം. നമ്മൾ ഒരിക്കലും ഹൈസ്പീഡ് റെയിൽവേക്ക് എതിരായിട്ടുള്ളവരല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ വൻകിട വികസന പദ്ധതികൾ കൊണ്ടുവന്നതെല്ലാം UDF ഗവൺമെന്റ് കാലത്തായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര വിമാനത്താവളം, അതുപോലെ സ്മാർട്ട് സിറ്റി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കണ്ണൂരിലെ നേവൽ അക്കാദമി, അങ്ങനെ കേരളത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ എല്ലാ വൻകിട വികസന പദ്ധതികളും കൊണ്ടുവന്നത് UDF ഗവൺമെന്റ് കാലത്തായിരുന്നു. ശ്രീ K. കരുണാകരനും AK ആന്റണിയും അതിലെ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലാണ് കേരളത്തിൽ വൻകിട മെഗാ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
കഴിഞ്ഞ 6 വർഷക്കാലമായി ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ ഇടതു മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? UDF ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻകിട പദ്ധതികൾ അതെല്ലാം ജനങ്ങളുടെ പിന്തുണയോടെ ആയിരുന്നു. വിഴിഞ്ഞം തുറമുഖം ഏതെങ്കിലും ഒരു സമരം ഉണ്ടായോ? ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു തുറമുഖമായിരുന്നെങ്കിലും അവർക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ പാക്കേജ് തയ്യാറാക്കിയ ശേഷമാണ് പദ്ധതി കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ വൻകിട വികസന പദ്ധതികൾ കൊണ്ടുവന്നപ്പോഴൊന്നും കൊച്ചി മെട്രോ നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടെ കടന്നു പോകുന്ന കൊച്ചി മെട്രോ ആരെങ്കിലും സമരം ചെയ്തോ? ഭൂമി ഏറ്റെടുക്കുന്നതിന് ആരെങ്കിലും എതിരായോ? കാരണം ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാണിച്ച പോലെ ജനപ്രതിനിധികളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൊച്ചി മെട്രോയുടെ പ്രവർത്തനം കൊണ്ടുപോയത് കൊണ്ടാണ് ആരും എതിർ നിൽക്കാത്തത് എന്നതാണ് യാഥാർത്ഥ്യം. പ്രാഥമികമായ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ പദ്ധതി പ്രഖ്യാപിച്ച് കൺസൾട്ടൻസികളെ നിയമിച്ച് കോടികൾ തട്ടുന്ന ഒരു വലിയ അഴിമതിയാണ് കേരളയിലൂടെ പുറത്തു വരുന്നത്. ഒരു പ്രോജക്ട് റിപ്പോർട്ടുണ്ടോ? ഒരു സ്കെച്ചോ പ്ലാനോ ഉണ്ടോ? ഇതൊന്നുമില്ലാതെയാണ് വയനാട്ടിലെ തുരങ്കപാതയ്ക്ക് മുഖ്യമന്ത്രി തറക്കല്ലിട്ടത്. തറക്കല്ലിട്ടതേ ഉള്ളൂ. 3 വർഷമായി വയനാട്ടിലെ തുരങ്കപാത ഇതുവരെ ശരിയായിട്ടില്ല. ഇതാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ച വൻകിട പല പദ്ധതികളുടെയും കൊണ്ടുവന്നു. കേരളത്തിൽ ആ K-ഫോൺ പദ്ധതി കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം, ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം ചെയ്ത കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? 1500 കോടി രൂപ ചെലവാക്കി ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ K-ഫോൺ പദ്ധതിയിലൂടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? നമ്മൾ ഏറ്റവും പ്രധാനമായി ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം MK മുനീർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ 63,000 കോടി രൂപയാണ് ഇതിന്റെ പദ്ധതി ചെലവ്. നീതി ആയോഗ് പറയുന്നത് 1,25,000 കോടിയാണെന്നാണ്. അതിൽ തന്നെ 13% അത് ആ പദ്ധതിയിൽ തന്നെ 28% ഗവൺമെന്റ് പറയുന്ന 63,000 കോടിയാണെങ്കിൽ തന്നെ അതിന്റെ 28%, അതായത് 13,000 കോടി രൂപ കേന്ദ്രം നൽകുന്നു. ഞാൻ ചോദിച്ചു, ഈ പദ്ധതിക്ക് കേന്ദ്ര അനുവാദമുണ്ടോ? കേന്ദ്രം അനുവാദമില്ലാതെയാണ് അവർ മുഖ്യമന്ത്രി പറഞ്ഞത് ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം നൽകിയെന്നാണ്. തെറ്റായ കാര്യമാണ്. 1989 റെയിൽവേ ആക്ട് സെക്ഷൻ 21 അനുസരിച്ച് റെയിൽവേയുമായി ബന്ധപ്പെട്ട പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട ഏത് പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുവാദം വാങ്ങിയിരിക്കണം. അങ്ങനെ ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല. പീയൂഷ് ഗോയൽ റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്, ഇതിന് അനുവാദം കൊടുത്തിട്ടില്ല. മാത്രമല്ല, ധനകാര്യ മന്ത്രാലയത്തിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി 2020 ഓഗസ്റ്റ് 18 ഈ പദ്ധതി വിലയിരുത്തിയ ശേഷം ഈ പദ്ധതി ഉപേക്ഷിച്ചു. ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് 2020 സെപ്റ്റംബർ 3 കേന്ദ്ര ധനകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ബുദ്ധദേവ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. അദ്ദേഹം ജ്യോതിലാല് ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ സത്യ അവിടെ നിന്ന് കൊടുത്തപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു. ധനകാര്യ മന്ത്രാലയത്തിന്റെ കമ്മിറ്റി കൂടി പറഞ്ഞെന്താണ്, ഈ പദ്ധതി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണം.
എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ നിരവധി റെയിൽവേ പ്രോജക്റ്റുകൾ നിലവിലുണ്ട്. ഈ കാര്യം ട്രാൻസ്പോർട്ട് സെക്രട്ടറി ജ്യോതിലാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമായി പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുവാദമില്ലാതെ, കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ അനുവാദമില്ലാതെ, കാരണം അതിന് കൊടുക്കണം 13,000 കോടി, നീതി ആയോഗിന്റെ അനുവാദമില്ലാതെ ഒരു പദ്ധതി എങ്ങനെ ഗവൺമെന്റ് തുടങ്ങും എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് തത്വത്തിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്, അത് വീണ്ടും ഞങ്ങൾ അംഗീകാരം നേടിയെടുക്കുമെന്നാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ കള്ളക്കളി കെട്ടൽ. ഇതൊരു അഴിമതിയാണ് ഈ പറയുന്നത്. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാദ കമ്പനിയാണ് സിസ്ട്ര, ഫ്രഞ്ച് കമ്പനിയാണ് സിസ്ട്ര. മറ്റു പല ലോക രാജ്യങ്ങളിലും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള സിസ്ട്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിന്റെ കൺസൾട്ടന്റായി നിയോഗിച്ചത്. അവരെ കൊടിക്കുതിൽ സുരേഷ് പറഞ്ഞല്ലോ, ഇവിടെ വന്ന് അലൈൻമെന്റ് തീരുമാനിച്ചില്ല. ശരിയാണ്, കാരണം സിസ്ട്ര ആകാശ സർവേയാണ് നടത്തിയത്. അവര് ഭൂമിയിൽ കൂടെ സർവേ നടത്തിയാൽ ആളുകൾ അടിച്ചു പിടിക്കും എന്നുള്ളത് കൊണ്ട് ആകാശത്തിലൂടെയാണ് സർവേ നടത്തിയത്. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഈ സ്റ്റേജിന്റെ മുകളിലൂടെയാണ് റെയിൽവേ ലൈൻ പോകുന്നത്. അപ്പൊ സിസ്ട്ര എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിവാദ കമ്പനിയായ ഫ്രഞ്ച് കമ്പനി, ആ കമ്പനി മൊത്തം പ്രോജക്ടിന്റെ 5% ആണ് കമ്മീഷൻ. അവർക്ക് 1,25,000 കോടി രൂപയുടെ പദ്ധതിയിൽ 5% കമ്മീഷൻ എന്ന് പറയുമ്പോൾ എത്ര കോടി വരും? കണക്കൂട്ടുക. ആ കമ്മീഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഈ പദ്ധതിയെ കാണുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് 11,200 കോടി, സംസ്ഥാന സർക്കാർ 20% തുക, ഇത് ബാക്കി 52% തുക വിവിധ ഏജൻസികളിൽ നിന്ന് കടമെടുക്കണം. കടമെടുക്കാൻ ഇവർ വലിയ പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ കടമെടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല. EMS മുതൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരെ എടുത്ത കടം 1,00,000 കോടി. പിണറായി വിജയൻ 5 വർഷം കൊണ്ടെടുത്ത കടം 1.5 ലക്ഷം കോടി. മൊത്തം കേരളത്തിന്റെ കടം ഇപ്പൊ 2.5 ലക്ഷം കോടി. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 1 ലക്ഷം രൂപയുടെ കടക്കാരനായി കേരളത്തിൽ മാറുന്ന അവസ്ഥാവിശേഷമാണ് ഇടതുമുന്നണി ഗവൺമെന്റ് കാലത്തുള്ളത്. പ്രതിശീർഷ കടം 1 ലക്ഷം രൂപയാണ്. ഈ നാട് എങ്ങോട്ട് പോകുന്നു? അവിടെയാണ് 1,60,000 കോടി രൂപയുടെ 1,25,000 കോടി രൂപയുടെ വലിയ കടമെടുക്കാൻ പോകുന്നത്. എന്തിനാണ് ഇപ്പൊ ഭൂമി എടുക്കുന്നത്? അവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. കേന്ദ്ര ഗവൺമെന്റ് അനുവാദമില്ല, നീതി ആയോഗിന്റെ അനുവാദമില്ല, ധനകാര്യ വകുപ്പിന്റെ അംഗീകാരമില്ല, ആ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഈ ഭൂമി എടുക്കുന്നത്? ഈ ഭൂമി പണയപ്പെടുത്തി വേണം ലോൺ എടുക്കാൻ. ആരാ ലോൺ തരുന്നത്? ജെയ്ക എന്ന് പറയുന്ന ജപ്പാൻ കമ്പനിയാണ്. ആ കമ്പനി ലോൺ തരുമ്പോൾ അവർക്കൊരു നിബന്ധനയുണ്ട്. ജപ്പാന്റെ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജപ്പാനിൽ തന്നെ വാങ്ങണം. അവരുടെ കമ്പാർട്ട്മെന്റുകൾ അവർ തരും. അവരുമായി സിഗ്നലിംഗ് യൂണിറ്റുകളായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ജപ്പാൻ തരും. ജപ്പാന് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കല്ലാതെ ജെയ്കോ 5% ഒരിക്കലും ലോൺ കൊടുക്കില്ല. അപ്പൊ ഇപ്പൊ ലോൺ എടുക്കുന്നത് എന്തിനാണ്? അതിനകത്തും കമ്മീഷനുണ്ട്. അതിനും കമ്മീഷൻ കിട്ടാൻ പോവാണ്. റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ ഫയലിൽ എഴുതിയിട്ടുണ്ട്, ഈ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന്. കാരണം
അദ്ദേഹം പറയുന്നത് ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്യാൻ. ഇപ്പൊ എന്താ ചെയ്യുന്നവര്? ഭൂമി എടുക്കാൻ റവന്യൂ വകുപ്പിനെയാണ് സാധാരണഗതിയിൽ ചുമതലപ്പെടുത്തുന്നത്. അത് ചുമതലപ്പെടുത്താതെ ഈ വകുപ്പ് ഇത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വകാര്യ ഏജൻസികളെ ഭൂമി ഏറ്റെടുക്കുന്ന ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനകത്തും വലിയ അഴിമതി നടക്കാൻ പോവുക. അതാണ് റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഫയലിൽ എഴുതി. ഞാൻ ആ ഫയൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചതാണ്. ചന്ദ്രശേഖരന്റെ ഇവിടെ അംഗീകാരം കിട്ടാതെ ഇപ്പൊ എന്തിനാ ഭൂമി എടുക്കുന്നത്? കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെയും ധനകാര്യ വകുപ്പിന്റെയും കേന്ദ്ര മന്ത്രാലയത്തിന്റെയും ക്യാബിനറ്റിന്റെയും അനുവാദം കിട്ടാതെ ഇപ്പോൾ ഭൂമി എടുക്കേണ്ട എന്താവശ്യം? അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഈ റവന്യൂ വകുപ്പ് ഫയലിൽ ജിയോ MS നമ്പർ 43/2019 GRNS 26/8/2019 പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നത് ക്രമപ്രകാരമല്ല എന്ന റവന്യൂ മന്ത്രി ഫയൽ എഴുതി. അതുപോലും മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലാൻഡ് അക്വിസിഷൻ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. കൊടിക്കുന്നിൽ ഇവിടെ പറഞ്ഞില്ലേ, കിഫ്ബിയിൽ തന്നെ പണം കൊടുക്കുന്നു. ഈ കിഫ്ബിയുടെ പണം ആരുടെ പണമാണ്? ഞാൻ നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 1 രൂപ കിഫ്ബിയിലേക്ക് പോകും. അപ്പൊ ജനങ്ങളുടെ പണമാണ്. ഈ ജനങ്ങളുടെ പണം നടക്കാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഭൂമി എടുക്കുന്ന നടപടി ശരിയാണോ? നമ്മൾ കാണേണ്ട കാര്യം, ഈ പദ്ധതിക്ക് വേണ്ടി 20,000 കുടുംബങ്ങളെ കൂടി ഒഴിപ്പിക്കണം. 50,000 കച്ചവടക്കാരെ കടകൾ പൊളിച്ചു മാറ്റണം. 145 ഹെക്ടർ, ഏക്കറല്ല 145 ഹെക്ടർ നെൽപ്പാടങ്ങൾ നികത്തണം. 1000 മേൽപ്പാലങ്ങൾ വേണം. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ മഴ പെയ്ത മുരളി എന്നോട് പറയായിരുന്നു, ഈ മഴ നാളെ കൂടെ വന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇവിടെ കൂടെ റെയിൽ കടന്നു പോകുന്ന എന്താ പറയുക, 30 അടി ഉയരത്തിൽ മതിൽ കെട്ടുകയാണ് 2 സ്ഥലത്തിലാണ്. 30 അടി ഉയരത്തിൽ വലിയ കോൺക്രീറ്റ് മതിലുകൾ വെച്ചാൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾ ചോദിച്ചാണ് മറുപടിയില്ല. 30 അടി ഉയരത്തിൽ 2 സൈഡിലും മതിൽ പണിഞ്ഞാണ് ഈ റെയിൽവേ വരുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ സംസ്ഥാനത്ത് ഇതിനു വേണ്ടി സമാന്തര പാത ഇതിപ്പോ വന്നത് തിരുവനന്തപുരത്ത് നിന്ന് തിരൂർ വരെ ഒരു പാത, തിരൂർ മുതൽ കാസർഗോഡ് വരെ നിലനിൽക്കുന്ന റെയിൽവേ ലൈനിലൂടെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മളെയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി നിലവിലുള്ള റെയിൽവേ ലൈനിലൂടെയാണ്. നമ്മൾ ആലോചിക്കണം, നിലവിലുള്ള റെയിൽവേ ലൈൻ അതായിരുന്നു UDF പദ്ധതി. സ്റ്റാൻഡ് അലോൺ എന്ന ആ റെയിൽവേ ലൈനിലൂടെ മാത്രം മുകളിലൂടെ പോകുന്ന റെയിൽവേ അതായിരുന്നു UDF പദ്ധതി. ആ പദ്ധതി വേണമായിരുന്നു നടപ്പാക്കാൻ. അപ്പൊ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു, കർവ്സ് ഉണ്ട്, ശരിയാണ്, വളവുകളുണ്ട്. ആ വളവുകൾ നിൽക്കാൻ വേണ്ടി മാത്രം 250 കോടി മതി. 250 കോടി രൂപ മതി. ഈ വളവുകൾ തീർത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ആളുകളെ ആരെയും തട്ടിപ്പറപ്പിക്കണ്ട, കടകൾ പൊളിക്കണ്ട. 700ഓളം ആരാധനാലയങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, അമ്പലങ്ങൾ ഇതെല്ലാം പൊളിച്ചു കളയണം. 700-ലധികം. ഇതൊന്നുമില്ലാതെ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി ആണ് ശരി എന്ന കാലം തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരുന്ന 560 കിലോമീറ്റർ ദൂരം സെമി ഹൈസ്പീഡ് റെയിൽവേക്ക് നിർമ്മിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തിരൂർ വരെ ഒരു പദ്ധതി നിർമ്മിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ 200 കിലോമീറ്റർ.
ഇടുക്കി, പാലക്കാട്, വയനാട് ഒഴികെ 11 ജില്ലകളോട് കടന്നു പോകുന്ന റെയിൽവേ പാതയ്ക്ക് 1483 ഹെക്ടർ ഭൂമി അക്വയർ ചെയ്യണം. ആലോചിക്കണം, 1480 ഏക്കർ ഭൂമി ഇതിനു വേണ്ടി അക്വയർ ചെയ്യണം. അതിനുവേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ റെയിൽവേയുടെ ഭൂമി എത്രയാണ്? അതിന് കൊടുക്കണം വേറെ 985 കോടി. അപ്പോൾ ഫെൻസിങ്ങോ മതിലോ പണിഞ്ഞുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. ഇത്രയും അപകടകരമായ ഒന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് മറ്റൊന്ന് വിളിച്ചു. ഇതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല. അപ്പൊ രസകരമായ ഒരു ഉത്തരവ് എനിക്ക് കിട്ടി. അദ്ദേഹം പറഞ്ഞു, സാധാരണഗതിയിൽ റെയിൽവേ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിയാണ്, പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് എൻവയോൺമെന്റൽ സ്റ്റഡിയുടെ ആവശ്യമില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ ഒരു രീതി. 2 കാര്യം ചെയ്യണം. ഒന്ന്, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം. 2, സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. ഈ പദ്ധതി വരുന്നതുകൊണ്ട് സാമൂഹ്യമായ എന്താണ് ഇതിനകത്തെ ഇമ്പാക്ട്? ഈ 2 പഠനവും നടത്താതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് 2 നടത്താതെ ഒരാവേശത്തിൽ കമ്മീഷൻ തട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയായി മാത്രമേ നമുക്കിതിനെ കാണാൻ സാധ്യമാവുകയുള്ളൂ. പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പണം തരുമെന്ന് പറഞ്ഞോ? ഇല്ല. കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരമുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കണം. ഞാൻ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരു കത്ത് കൊടുത്തിരുന്നു. സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം, എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം, ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കണം. മുഖ്യമന്ത്രി ഇതുവരെ മറുപടി തന്നിട്ടില്ല. അപ്പോൾ UDF ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന ഈ ശ്രീധരൻ നേതൃത്വത്തിൽ DMRC പഠനം നടത്തിയ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി. ആ പദ്ധതി ഇപ്പോഴത്തെ പദ്ധതിയേക്കാൾ മികച്ച പദ്ധതിയാണ്. മണിക്കൂറിൽ 320 കിലോമീറ്റർ സ്പീഡിൽ 1.25 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എന്ന പദ്ധതി, അത് ഇത്രയും പണച്ചെലവുമില്ല. 1.25 മണിക്കൂർ കൊണ്ട് ചെല്ലും. ഇത് 3.25 മണിക്കൂർ എടുക്കും. പണച്ചെലവ് കുറവുള്ള UDFന്റെ പദ്ധതി, സമയക്കുറവുള്ള UDFന്റെ പദ്ധതി നടപ്പാക്കാൻ ഗവൺമെന്റ് വരികയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിരവധി നേതാക്കന്മാരുള്ളത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ നാടിന്റെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നമാണ്. ജനിച്ചു വീണ മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഹൃദയ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ ഭരണകൂടം തയ്യാറാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യ അധികാരത്തിൽ നിന്ന് പോയത് ഇതുപോലെ നന്ദിഗ്രാമിൽ കർഷകരുടെ സ്ഥലമേറ്റെടുക്കുന്നത്. അതുപോലെ കേരളയിൽ എന്ന പദ്ധതിയിലൂടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മാതൃകയിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബുദ്ധദേവിന്റെ അതേ വഴിയിലൂടെ തന്നെ ആയിരിക്കും പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതിന് എതിരായി അതിന്റെ സൂചനയാണ് ഇന്ന് ഈ സമരം. ഞാൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ അഭിനന്ദിക്കുന്നു. ജനങ്ങളുടെ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പാവപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നാടിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ 48 മണിക്കൂർ നേരത്തെ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. ഈ സമരം ഒരു തുടക്കം മാത്രമാണ്. ജനവിരുദ്ധ സർക്കാരിനെതിരായി ആരംഭിക്കുന്ന ഈ രാപ്പകൽ സമരത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമരത്തിനും സമര നേതാവായ കൊടിക്കുന്നിൽ സുരേഷിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
KPCC ജനറൽ സെക്രട്ടറി CA ഷുക്കൂർ. ബഹുമാന്യനായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ്, നമ്മുടെ എത്രയും പ്രിയങ്കരനായ നേതാവ്, ഈ രാപ്പകൽ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ KPCCയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല MLA അവർ, എത്രയും ബഹുമാന്യനായ ഈ സമരത്തിന്റെ നായകൻ, ഈ രാപ്പകൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MP, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, ലോക്സഭയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ KPCCയുടെ ഭാരവാഹികൾ, അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, ശ്രീ KP ശ്രീകുമാർ, ശ്രീ N രവി, കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗം, മുൻ ചങ്ങനാശ്ശേരി നിയമസഭയിലെ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ VJ ലാലി, സ്നേഹസമ്പന്നരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ രാപ്പകൽ സമരം നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ സമരമുഖത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. 48 മണിക്കൂർ രാപ്പകൽ സമരമാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമരമുഖത്ത് അതിശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് കടന്നുപോയിട്ടുള്ള നേതാവാണ്. കുട്ടനാട്ടിലെ വിഷയങ്ങളായാലും നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളായാലും മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ഏതൊരു പ്രദേശത്തെ വിഷയമായാലും അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും ആ ഏറ്റെടുത്ത സമര പോരാട്ടങ്ങളിൽ അതിശക്തമായി പോരാടി വിജയം വരിച്ചിട്ടുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പ്രളയ കാലഘട്ടത്തിൽ കുട്ടനാടിനും നമ്മുടെ ഈ പ്രദേശത്തുമൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളിൽ അതീവ ഗൗരവമായി നടപടികളിലേക്ക് പോയി അതിനാവശ്യമാണെങ്കിൽ സമരപഥത്തിലേക്ക് രംഗത്ത് വരാനും ഒരു മടിയും കാണിക്കാതെ മുന്നോട്ട് പോയ ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ന് ഈ നൂറനാട്ടിൽ ഈ